ഇന്ന് മെയ് 3 ഉച്ചയോടുകൂടെ കേരള കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നടന്ന ആഗോള മലയാളി സംഗമം സമാപിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഡാനിയലച്ചനും വട്ടായിലച്ചനും അടങ്ങുന്ന പല പ്രമുഖ ധ്യാന ഗുരുക്കന്മാരും അൽമായ വചന ശുശ്രൂഷകരും ഇങ്ങോട്ടെത്തിയിരുന്നു. ഇന്ന് വർഗീസ് ചക്കാലക്കൽ പിതാവിന്റെ വിശുദ്ധ കുർബാനയോടുകൂടെയാണ് സമാപനം. ദിവസത്തെ ആഗോള മലയാളി സംഗമം കഴിഞ്ഞ് ഇന്ന് ആളുകൾ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അവരുടെ പുത്തൻ പെന്തക്കോസ്ത് അനുഭവം എന്നും ഇനി എന്താണ് അവരുടെ പ്രേക്ഷിത പ്രവർത്തനം എന്നും നമുക്ക് ചോദിച്ചറിയാം. ഇന്ന് പോകുമ്പോൾ എന്താണ് സിസ്റ്റർ ഇനി കരിസ്മാറ്റിക്കുമായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? സിസ്റ്റർ ഓൾ കേരള ക്രിസ്ത്യൻ മിനിസ്ട്രിയുടെ സിസ്റ്റർ ആനിമേറ്ററാണ്. അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സെഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം കുട്ടികളെല്ലാം ഒന്നും കൂടെ ആത്മാവിനാൽ ജ്വലിക്കുന്നവരായിട്ടുണ്ട്. അതിനെ ഒന്നും കൂടി ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. അതിന് ഓരോ പ്രെയർ കൂട്ടായ്മകളൊക്കെ തുടങ്ങിയിട്ട് കുട്ടികളുടെ കൂടെ ഒന്നും കൂടെ കുട്ടികളെ വചനത്തിൽ അധിഷ്ഠിതമായിട്ട് വിശുദ്ധരായിട്ട് ജീവിക്കാനായിട്ട് കൂടെ നിൽക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ചേട്ടാ, ഈ 3 ദിവസം കഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോൾ ചേട്ടൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി എന്താണ് ഇനി ചേട്ടൻ ചെന്ന് കഴിഞ്ഞാൽ ചേട്ടൻ്റെ മേഖലയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആത്മാവിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ആത്മാവ് ഒന്നും കൂടെ ഒന്ന് കത്തിച്ചൊലിക്കാനും പഴയ ഒരു ദൈവസ്നേഹത്തിലേക്ക്, അതായത് 97 ധ്യാനം കൂടിയപ്പോൾ ഉണ്ടായ ഒരു അനുഭവത്തിലേക്കും വീണ്ടും ഒന്ന് അയവിറക്കുവാൻ അവസരം നൽകി. അതുപോലെ തന്നെ നമുക്ക് ഇനി മറ്റുള്ളവരോ കുറച്ചും കൂടി ധ്യാനം കൂടാത്ത വ്യക്തികളെ ധ്യാനത്തിലേക്ക് കൊണ്ടുവരാനും ഒരു ദൈവാനുഭവത്തിലേക്ക് അവരെ നയിക്കുവാനും ഈ ഒരു അവസരം മുതലെടുത്തു. ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞ് നിങ്ങളുടെ ഒരു സോണിലൊക്കെ എത്തിക്കഴിയുമ്പോൾ എന്താണ് ഇനി കൂടുതലായിട്ട് കരിസ്മാറ്റിക്കുമായിട്ട് ചേർന്ന് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തളർന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പ് ഒന്നും കൂടെ നല്ലോണം നമ്മൾ തീപ്പന്തങ്ങളായിട്ടല്ലേ വിട്ടത്, ഇവരിവിടുന്ന് തീ കത്തിച്ചു വിട്ടില്ലേ, നമ്മളത് അങ്ങോട്ട് കത്തിക്കുക, അവിടെ ചെന്നിട്ട് അവർക്ക് കത്തിച്ചു കൊടുക്കുക. അപ്പൊ കത്തും അല്ലേ? കേരളം ഇനി കത്തിജ്വലിക്കും. മക്കളെ, ഈ ഒരു 3 ദിവസത്തെ സംഗമം ഇന്ന് തീരാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സംഗമം? പിന്നെ ഇതിന് ശേഷം നിങ്ങൾ തിരിച്ച് നാട്ടിലും വീട്ടിലൊക്കെ പോയി കഴിയുമ്പോൾ എങ്ങനെ ഈശോയെ കൊടുക്കണം എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായേക്കണം? ഇപ്പോൾ ഈ 3 ദിവസത്തെ ധ്യാനം നല്ല രസമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ക്രിസ്ത്യൻസ്, യൂത്ത് ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് ഇതെല്ലാം കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നല്ല പരിപാടികളൊക്കെയാണ്. എങ്ങനെ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഈശോയെ എങ്ങനെ കൊടുക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നമ്മൾക്കുണ്ടായ അനുഭവങ്ങളും സാക്ഷ്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് പറയാനും ഒക്കെ ആയിട്ട് അനുഭവങ്ങൾ പങ്കുവെക്കുക, പിന്നെ കൂടുതൽ ആൾക്കാരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക. കത്തിജ്വലിച്ച ഒരു പുത്തൻ പ്രേക്ഷിത അനുഭവവുമായിട്ടാണ് ഇവിടെ നിന്ന് വ്യക്തികൾ അവരുടെ പ്രേക്ഷിത മേഖലകളിലേക്ക് പോകുന്നത്.